ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ വേറെ എവിടെ ഇരിക്കുന്നതിനേക്കാൾ ഹാപ്പി ആയിട്ട് നമുക്ക് എവിടെ ഇരിക്കാൻ പറ്റുന്നു അവിടെ ആയിരിക്കും നമ്മൾ ഏറ്റവും പ്രൊഡക്റ്റീവ് ആവുന്നത്. തീർച്ചയായിട്ടും അത് നമ്മുടെ ഓഫീസ് സ്പേസ് ആണെങ്കിൽ ഏറ്റവും അടിപൊളിയായിരിക്കില്ല. അടിപൊളിയായിരിക്കും. സംതിങ് സ്പെഷ്യൽ. നമ്മൾ ഇനി ഒരു സെഗ്മെന്റിലേക്ക് പോവാണ്. പറയാതെ വയ്യ, അതാണ് സെഗ്മെന്റിന്റെ പേര്. അപ്പോൾ ഞാൻ ഓരോരോ ചോദ്യങ്ങളായിട്ട് രഞ്ജിത്തിന്റെ അടുത്ത് ചോദിക്കുകയാണ്. അതിനൊക്കെ രഞ്ജിത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു ആൻസേഴ്സ് ഞാൻ എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ചോദ്യം. തൊഴിലാളികൾക്കൊപ്പം ഓടുന്ന മുതലാളി, തൊഴിലാളികളെ മാർഗനിർദ്ദേശം നൽകി ഓടിക്കുന്ന മുതലാളി, ഇതില് ഏതാണ് മോസ്റ്റ് അഡ്വൈസബിൾ? തൊഴിലാളികൾക്കൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ്. എല്ലാവരുടെയും ഒപ്പം സഞ്ചരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ അവരെ ഓടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് പഴയ കോൺസെപ്റ്റാണ്. എല്ലാവരുടെയും ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. അത് തൊഴിലിടങ്ങളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഒപ്പം നിന്ന് അവരുടെ കൂടെ തന്നെ ആവുക അല്ലേ? ഓക്കെ. The one and only solution for stress management in workplace for employees. അവരെ ഏറ്റവും നല്ല അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോ ഓൺട്രപ്രണറുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ ഒരു അന്തരീക്ഷം ഇല്ലെങ്കിൽ ആൾക്കാരെല്ലാം സ്ട്രെസ്ഡ് ആവും. അങ്ങനെ ഒരു അന്തരീക്ഷം കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തോളും, സംശയമൊന്നുമില്ല. മാത്രമല്ല ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്രീഷിയേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക, അവരുടെ കരിയർ ഗ്രാഫ് കാണിച്ചു കൊടുക്കുക. അടുത്ത 5 വർഷം നീ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നീ എവിടെ എത്തും എന്നുള്ള ക്ലാരിറ്റി കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ ആരെങ്കിലും വിട്ടുപോകും. ശാന്തനു കേക്കുണ്ടല്ലോ, വിട്ടുപോകരുത് കേട്ടോ. എത്ര നല്ല രീതിയിലാണ് പറഞ്ഞു തരുന്നത്. ശരിക്കും നമുക്ക് ഏതൊരാൾക്കും കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ചെറിയൊരു ഒരു എക്സാമ്പിൾ, നമ്മളൊരു ബസ്സിൽ കയറാന്ന് വിചാരിച്ചു. പക്ഷെ ഈ ബസ്സിന്റെ ഡ്രൈവർ നമ്മളെ എവിടെയൊക്കെ കൊണ്ടുപോകണമെന്ന് നമുക്ക് അറിയില്ലെങ്കിലേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പാനിക്കിലാവില്ലേ? സത്യം. അപ്പൊ ബസ്സിന്റെ ഡ്രൈവറാണ് ഓൺട്രപ്രണർ അല്ലെ? ഓൺട്രപ്രണറിൽ ഇത് ഓടിച്ചോണ്ട് പോകുന്നേ. കൂടെ നമ്മൾ കുറെ എംപ്ലോയീസിനെ കയറ്റിയിട്ടുണ്ട്. പക്ഷെ ഈ ഓൺട്രപ്രണർ ഒന്നും മിണ്ടുന്നില്ല, ഇയാൾ ഓടിച്ചുകൊണ്ടേ ഇരിക്കുക. ഏതൊക്കെ കാട്ടിക്കൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവന്മാര് വന്ന് ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക് ഡ്രൈവറുടെ അടുത്ത്, എവിടേക്കാ സാറേ പോകുന്നത്? ഇയാളൊന്നും മിണ്ടുന്നില്ല, പാനിക്കിലാവും. എന്ത് ചെയ്യും പാസഞ്ചേഴ്സ്? മിക്കവാറും ചാടി ഇറങ്ങും അല്ലേ? ശരിയല്ലേ? അപ്പൊ ആ ഒരു ടീമിനെ ലീഡ് ചെയ്യുന്ന ടീം ലീഡറിന് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം, ക്ലാരിറ്റി ഉണ്ടാവണം. വെൽ സെഡ്. കംഫർട്ടബിൾ വർക്ക് ലൊക്കേഷൻ വിത്ത് ലെസ് സാലറി, സ്ട്രെസ്ഫുൾ വർക്ക് ലൊക്കേഷൻ വിത്ത് പോസിബിലിറ്റീസ് ഓഫ് സ്കിൽ ഡെവലപ്മെന്റ്, ഏതാണ് ബെറ്റർ? രണ്ടും ബെറ്റർ അല്ല എന്റെ അഭിപ്രായത്തിൽ. അല്ലല്ല, അതായത് കംഫർട്ടബിൾ വർക്ക് സ്പേസ് വിത്ത് ഗുഡ് സാലറി ആണ് ഏറ്റവും ബെസ്റ്റ്. ആണോ? കാരണം കംഫർട്ടബിൾ വർക്ക് സ്പേസ് ഡെഫിനറ്റ്ലി ഒരു മോട്ടിവേഷണൽ ഫാക്ടറാണ്. തീർച്ചയായിട്ടും നമുക്ക് അവിടെ കംഫർട്ടബിൾ വർക്ക് സ്പേസ് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ സാലറി കുറയ്ക്കാൻ ഒരു ഓൺട്രപ്രണറിനും അവകാശമില്ല. കാരണം നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കിട്ടുന്ന റിവാർഡ്സ് ആണ്, പൈസ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഒരുപാട് കോംപ്രമൈസ് ചെയ്യരുത്. വേണമെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്യാം. കാരണം നമ്മൾ ഒരു കംഫർട്ടബിൾ സ്പേസ് കൊടുക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് എല്ലാവരും കോംപ്രമൈസ് ചെയ്യും. പക്ഷെ ഇതുകൊണ്ട് ഇത് കോംപ്രമൈസ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് കംഫർട്ടബിൾ വർക്ക് സ്പേസ് ആക്കാൻ ആരും പരിശ്രമിക്കരുത്. അപ്പൊ ഇത് രണ്ടും കൂടി വരുമ്പോഴാണ് അടിപൊളിയാവുന്നത്. അത്ര എളുപ്പമല്ല. ഓക്കെ. അല്ല, അത് വളരെ ഇതാണ് രഞ്ജിത്ത്. ചിലരും നിനക്ക് ഇവിടെ എന്താ കുഴപ്പം, എല്ലാ സൗകര്യങ്ങളും ഇല്ലേ, എല്ലാം കൊണ്ട് നീ കംഫർട്ട് അല്ലേ, അപ്പൊ പിന്നെ നിനക്ക് സാലറി പൊതുവെ കാണുന്ന ഒരു ഇതാണ്. അത് അങ്ങനെ എല്ലാ കംഫർട്ട് സോണും കൊടുത്തിട്ട് മാസം കൊടുക്കുന്ന സാലറി കുറച്ചൊന്ന് നന്നായിട്ട് അങ്ങ് വലിക്കും. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നനഞ്ഞിടം കുഴിക്കുക എന്ന് പഴയ ആൾക്കാർ പറയുന്ന ഒരു രീതിയാണത്. അത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് മറ്റൊരാളുടെ ഗതികേടിനെ യൂട്ടിലൈസ് ചെയ്യുന്നതല്ലേ, ചെയ്യാൻ പാടില്ല. ചിലർക്കൊക്കെ ഇത് കൊള്ളണം. ഓക്കെ. ഒന്നിച്ചു പോകാത്ത പരസ്പര വിരുദ്ധമായ ആശയങ്ങൾ പിന്തുടരുന്ന 2 തൊഴിലാളികൾ. അവർ 2 പേരും കമ്പനിക്ക് ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബ്രില്യൻറ്റ് എംപ്ലോയർക്ക് ഇവരെ 2 പേരെയും ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും? നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് വളരെ ഇമോഷണലിയാണ്. മനുഷ്യരെല്ലാവരെയും മനുഷ്യന്റെ ബ്രെയിനെ കുറിച്ചുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. 3 ലെയേഴ്സ് ഉണ്ട് മനുഷ്യന്റെ ബ്രെയിനിൽ. ഏറ്റവും താഴെയുള്ള ലെയറിനെ റെപ്റ്റീലിയൻ ബ്രെയിൻ എന്ന് പറയുന്നത്. അതായത് ഉരകങ്ങൾക്ക് മാത്രമുള്ള ബ്രെയിനാണ്. പാമ്പിനും പഴുതാരയ്ക്കൊക്കെ ആ ബ്രെയിനാണുള്ളത്. അത് നമുക്കുണ്ട്. അത് നമുക്ക് റിഫ്ലക്സ് ആക്ഷൻ തരുന്ന ആ ബ്രെയിനാണ്. നമുക്ക് പെട്ടെന്ന് ഒരാൾ ഇടിക്കാൻ വന്നാൽ, ആക്രമിക്കാൻ വന്നാൽ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നത് റെപ്റ്റീലിയൻ ബ്രെയിനാണ്. ഇതിന്റെ മുകളിലുള്ള ബ്രെയിനാണ് ഇമോഷണൽ ബ്രെയിൻ. ഇമോഷണൽ ബ്രെയിനാണ് നമ്മുടെ റിലേഷൻസിലൊക്കെ വർക്ക് ചെയ്യുന്നത്. പലപ്പോഴും പെർച്ചേസിലടക്കം വർക്ക് ചെയ്യുന്നത്. വീട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ 100 കൂട്ടം സാധനം ഇരിക്കുന്നുണ്ടാവും. മിക്കവാറും എല്ലാം ഇമോഷൻ്റെ പുറത്ത് പിടിച്ചായിരിക്കും. ഇതിൻ്റെ മുകളിൽ ഒരു ബ്രെയിനുണ്ട്, മനുഷ്യന് മാത്രമുള്ള ബ്രെയിനാണ്, വിച്ച് ഈസ് കോൾഡ് ദ നിയോ കോർട്ടക്സ് ബ്രെയിൻ. അതായത് ലോജിക്കൽ ബ്രെയിൻ. ലോജിക്കൽ ബ്രെയിനാണ് ആക്ച്വലി ലോജിക്ക് വെച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്.
എന്താണ് ശരി, എന്താണ് ചെയ്യേണ്ടത്. ബിസിനസ്സുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് ലോജിക്കാണ്, പെർട്ടിക്കുലർലി ബിസിനസ് ഡിസിഷൻസിൽ. അപ്പോൾ ഏത് സമയത്ത് ശരിയാവുന്നു എന്നുള്ളത് നോക്കി ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമോഷൻസിൻ്റെ പ്രശ്നമില്ല ആക്ച്വലി. അപ്പോൾ ശരിക്കും ഇത്തരത്തിലുള്ള എംപ്ലോയീസിൻ്റെ പ്രശ്നങ്ങളെ, കോൺഫ്ലിക്റ്റിനെ മാനേജ് ചെയ്യേണ്ടത് ഒരു പരിധി വരെ ലോജിക്ക് വെച്ചിട്ടും, എന്നാൽ അവരുടെ റിലേഷൻസിനെ മാനേജ് ചെയ്യേണ്ടത് നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ വെച്ചിട്ടുമാണ്. ഇത് എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയുന്ന ഒരു ഓൺട്രപ്രണർ അടിപൊളിയായിരിക്കും. ഓക്കെ, നല്ലൊരു ടീമിനെ ഫോം ചെയ്യുക, അതിന് പറ്റിയ നല്ലൊരു ടീം ലീഡർ ഉണ്ടാവുക, ഈ പറയുന്ന എല്ലാ ക്വാളിറ്റീസിനും കറക്റ്റ് ആയിട്ടുള്ളൊരു ടീം ലീഡർ ഉണ്ടായി കഴിഞ്ഞാൽ കമ്പനി പിന്നെ ടേക്ക് ഓഫ് ചെയ്യും. ആബ്സല്യൂട്ട്ലി. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം, മാനേജ്മെന്റിൽ മിഡിൽ മാനേജേഴ്സ് ഡെവലപ്ഡ് ആവാത്തതാണ്. ചിലപ്പോൾ ഓൺട്രപ്രണർ സൂപ്പർ ആയിരിക്കും, അയാൾക്ക് ഈ പറയുന്ന ക്വാളിറ്റീസ് എല്ലാം ഉണ്ടായിരിക്കും, പക്ഷേ മിഡിൽ മാനേജ്മെന്റ് സ്ട്രോങ് അല്ലെങ്കിൽ താഴെ പിന്നെ അത് വലുതാവില്ല. അപ്പം ഈ ഓൺട്രപ്രണർക്ക് മറ്റുള്ളവരെ, താഴെയുള്ള ലെയറിനെ എംപവർ ചെയ്യാൻ പലപ്പോഴും പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് പവർ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെയാണ് മേജർ ഇഷ്യൂസ്. പവർ ഡെലിഗേറ്റ് ചെയ്യാൻ ചിലർ സമ്മതിക്കൂല, ഈ പവർ മുഴുവൻ എൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കും. അതൊരു ഇഷ്യൂ ആണ്, വലുതാവില്ല കമ്പനി. നമുക്ക് ഒരാൾക്ക് എത്ര പേരെ മാനേജ് ചെയ്യാൻ പറ്റും? സത്യം. Is micromanagement good for a company? ഒരിക്കലും അല്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് മൈക്രോ മാനേജ്മെന്റ്. ഇതുകൊണ്ടാണ് കമ്പനീസ് വലുതാവാത്തത്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഒരു തവണ ഞാൻ കൺസൾട്ട് ചെയ്യാൻ പോയ സമയത്ത് ഏറ്റവും ആദ്യത്തെ മീറ്റിംഗിൽ ഞാൻ ഈ ഓൺട്രപ്രണറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ വലിയൊരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്, ഒരു 20ഓളം ക്യാമറ പുള്ളി പല സ്ഥലങ്ങളിലായിട്ട് പ്ലാന്റിലൊക്കെ ആയിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഞങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളി എണീറ്റ് പോയി. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളി വരാതായപ്പോൾ ഞങ്ങൾ പുള്ളി അന്വേഷിച്ചു പോയി. പുള്ളി അന്വേഷിച്ചു പോയപ്പോൾ പുള്ളി ക്യാമറയിൽ ആ പ്ലാന്റിൽ നിൽക്കുന്ന ഏതോ ഒരു ചേച്ചി സംസാരിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് അവരോട് ചോദിക്കാൻ പോയിരിക്കുക, നിങ്ങൾ എന്താ പണിയെടുക്കാത്തതെന്ന് ചോദിക്കാൻ പോയിരിക്കുക ഞങ്ങളോട് ആ ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങിൻ്റെ ഇടയിൽ. ഇതിനെ മൈക്രോ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ റിസൾട്ട്സിലെ ഫോക്കസ് ചെയ്യണ്ടേ. അപ്പോൾ എപ്പോഴാണോ നിങ്ങൾ കൃത്യമായിട്ടുള്ള കീ റിസൾട്ട് ഏരിയാസ് എന്നൊക്കെ പറയും, KRIs, KPIs, ഇതൊക്കെ ഡിഫൈൻ ചെയ്ത് അവരെ കൃത്യമായി മെഷർ ചെയ്യുന്നത്, പിന്നെ അവർ ഓരോ മിനിറ്റിലും എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കി നിൽക്കേണ്ട കാര്യമില്ല. അങ്ങനെ നോക്കിയാൽ ഒരു കാരണവശാലും കമ്പനി വലുതാവില്ല. കേരളത്തിലെ കമ്പനികൾ വലുതാവാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വില്ലൻ മൈക്രോ മാനേജ്മെൻറ്റാണ്. വെൽ സെഡ് രഞ്ജിത്ത്. അത് ചില കമ്പനി വളരെ ഇതായിട്ട് ഇന്നൊരു ടൈം ലിമിറ്റ് വെക്കും സ്റ്റാഫിന്. എംപ്ലോയർക്ക് വന്നിട്ട് 8 hours നീ ജോലി ചെയ്യണം, 10 hours, ഓരോ കമ്പനിയുടെ രീതി അനുസരിച്ചിട്ട് ഓരോന്നും. ചില എംപ്ലോയീസ് ഭയങ്കര സ്മാർട്ടായിരിക്കും, അവർക്ക് ഈ 8 hours അവർക്ക് കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരതിനുള്ളിൽ ചിലർ 3-4 hours 5 hours ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാലും ചിലർ ഇൻസിസ്റ്റ് ചെയ്യും, നീ പോകാൻ പാടില്ല, നിനക്ക് ഇത്രയും ടൈം ലിമിറ്റ് ആണ്, ഞാൻ നിനക്ക് സാലറി തരുന്നതല്ലേ, സോ യു ഹാവ് ടു ബി ഹിയർ എന്നുള്ള രീതിയിൽ അഡമന്റ് ആവും ചില ആൾക്കാർ. സോ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാ അർത്ഥത്തിലും മോശം എന്ന് തന്നെയാണ് പറയുന്നത്. ആണോ? അത് പറയാൻ പറ്റില്ല, ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് എല്ലാ കമ്പനിക്കും ഒരു പോളിസി ഉണ്ടാവും. അപ്പോൾ ആ കമ്പനിയുടെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ 9:30 to 5:30 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ സ്മാർട്ടാണ് എന്നുള്ളത് കൊണ്ട് ആക്ച്വലി അയാൾ 2 മണിക്ക് പരിപാടി കഴിഞ്ഞു ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ മേ ബി എൻറ്റയർ കമ്പനിയുടെ കൾച്ചറിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല ഇയാൾ എന്തുകൊണ്ടാണ് 2 മണിക്ക് പോയെന്നുള്ളത്. അപ്പോൾ അത് ബാക്കിയുള്ളവരെ കൂടി അഫക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇയാളുടെ കപ്പാസിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ അയാൾ അതിനനുസരിച്ച് KPIs ഉം KRIs ഉം അയാളുടെ കൂട്ടി കൊടുക്കണം. എന്നിട്ട് അയാളുടെ സാലറി കൂട്ടിക്കോളും, അയാളുടെ റെമ്യൂണറേഷൻ കൂട്ടിക്കോളും, അയാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് കൂട്ടിക്കോളും. പക്ഷെ അയാൾ ഉണ്ടായിക്കോട്ടെ ഫുൾ ടൈം, അപ്പോൾ അയാൾക്കും ബെറ്റർ അല്ലേ? അതൊരു വിൻ സിറ്റുവേഷൻ അല്ലേ? ക്രിയേറ്റ് വിൻ സിറ്റുവേഷൻസ്. ഇത് ചില ആൾക്കാരിലുള്ള ഒരു സംശയമാണ് ഞാനിപ്പോൾ ചോദിച്ചത്. അപ്പോൾ അതും വളരെ ക്ലിയർ ആയിട്ട് തന്നെ രഞ്ജിത്ത് പറഞ്ഞു തന്നു. സിൻസ് ഓരോ കമ്പനിക്കും അവരുടേതായിട്ടുള്ള ഒരു പോളിസി ഉള്ളപ്പോൾ അതിനെയും കൂടെ നമ്മൾ എംപ്ലോയീസ് എന്നുള്ള രീതിയിൽ നമ്മളും അത് മനസ്സിലാക്കി അതനുസരിച്ച് നിൽക്കുക അല്ലേ? നമ്മുടെ ഇടയിൽ ഒരു വേറൊരു പോളിസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യം കൂടി ഞാൻ ഇതിനോട് ചേർത്ത് പറയാം. പോളിസി ഫോളോ ചെയ്യാത്ത ഒരു എംപ്ലോയറും കമ്പനിയിൽ വെച്ചിരിക്കേണ്ട 5 മിനിറ്റ് പോലും വെച്ചിരിക്കേണ്ട ആവശ്യമേ ഇല്ല. പോളിസി ഈസ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്, ഒരു സംശയമില്ല. ഒരു എംപ്ലോയി അയാൾ ചെയ്യുന്ന ജോലി കമ്പനിയെ ബോധ്യപ്പെടുത്തുന്നതിലാണോ അതോ ഒരു എംപ്ലോയർ അവരുടെ തൊഴിലാളികൾ ചെയ്യുന്ന ജോലി കൃത്യമായി മനസ്സിലാക്കുന്നതിലാണോ കൂടുതൽ ഇമ്പോർട്ടൻസ്? ഇത് രണ്ടും പരസ്പരം കണക്റ്റഡ് ആണ് ആക്ച്വലി. ഇത് രണ്ടിനും ഒരുമിച്ച് പറയാൻ വേണമെങ്കിൽ. കാരണം ആദ്യം ചെയ്യേണ്ടത്, ഞാനൊരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ചെയ്യേണ്ടത് ഇയാൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ക്ലാരിറ്റി എനിക്ക് ആദ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം, എൻ്റെ എംപ്ലോയി എന്തൊക്കെ ചെയ്യണം. അപ്പോൾ അയാളുടെ KRIs ഉം KPIs ഉം ജോബ് ഡിസ്ക്രിപ്ഷനും ഞാൻ ആദ്യം കൊടുക്കണം, അതിന് ഞാൻ ഉത്തരവാദിയാണ്. ഇത് കൊടുത്തില്ലെങ്കിൽ അവനറിയില്ലല്ലോ, അവന് ഇഷ്ടമുള്ള പോലെ ചെയ്യില്ലേ.
അപ്പോൾ ആദ്യം ഞാൻ അവന് കൊടുക്കണം ക്ലാരിറ്റി. ഈ ക്ലാരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എംപ്ലോയിയുടെ റെസ്പോൺസിബിലിറ്റി ആണ് അവനത് ചെയ്തോ എന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ചില എംപ്ലോയീസ് ആദ്യം അവർക്ക് അറിയുന്നുണ്ടാവില്ല, മേ ബി അപ്പോൾ ആദ്യത്തെ കുറച്ച് സമയങ്ങളിൽ അവരെ നന്നായി ഫോളോ അപ്പ് ചെയ്താലേ അവൻ ആ റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിലേക്ക് വരുള്ളൂ. പക്ഷെ ആദ്യം കൊടുക്കേണ്ടത് ഓൺട്രപ്രണറിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് ഓഫീസറുടെ റെസ്പോൺസിബിലിറ്റിയും പിന്നീട് ആ റിപ്പോർട്ടുകൾ അയക്കേണ്ടത് ഡെഫിനറ്റ്ലി ആ എംപ്ലോയിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റില്ല, രണ്ടുപേരുടെയും അല്ലേ? രണ്ടുപേരും ഈക്വലി റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, കാരണം ഇവരെല്ലാവരും ഒരേ ഒരു ഫേമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരേ ഒരു സാധനത്തിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരാകുമ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ചെയ്യും. ഭാര്യയും ഭർത്താവിനെ പോലെ ആണ്. ഞാൻ ഒരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അതുപോലെ തന്നെയാണ്. സത്യം, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. തീർച്ചയായിട്ടും, കാരണം ഇത് ഒരാൾ ഒറ്റയ്ക്കുള്ള ഒരു സംഭവമല്ല അല്ലേ? അപ്പോൾ അത് മൾട്ടിപ്പിൾ ആൾക്കാർ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഈക്വലി അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. വെൽ സെഡ്. വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, സ്കിൽ ഓർ എഫക്റ്റീവ് ടൈം യൂട്ടിലൈസേഷൻ? ബോത്ത്. കാരണം ഒരെണ്ണം മാത്രം ഉണ്ടായിട്ട് ഒന്നും നടക്കില്ല. കാര്യമില്ലല്ലോ. ഞാൻ എഫക്റ്റീവായിട്ട് എങ്ങനെയാ ടൈം യൂട്ടിലൈസ് ചെയ്യുക? സ്കിൽ ഉണ്ടാവുമ്പോഴല്ലേ. സ്കില്ലില്ലെങ്കിൽ ഞാൻ എങ്ങനെ എഫക്റ്റീവ് ആവും? അപ്പൊ അതുകൊണ്ട് രണ്ടും വേണം. അപ്പൊ ഇത് പക്ഷെ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല കമ്പനികളിലും ആക്ച്വലി സ്കില്ലില്ലാത്ത ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് വെക്കും. അതിന് കാരണം നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ കൊടുക്കാൻ 10,000 രൂപയുള്ളൂ, അപ്പൊ ഞാൻ 10,000 രൂപയ്ക്കുള്ള ഒരാളെ അന്വേഷിക്കുന്നത്. അപ്പൊ സ്കില്ലുണ്ടാവില്ല അവന്. അപ്പൊ ഈ സ്കില്ലുള്ള ആൾക്ക് എത്രയാണ് മാർക്കറ്റ് റേറ്റ് എന്ന് അന്വേഷിക്കണം. അപ്പൊ ചിലപ്പോൾ 30,000 രൂപയായിരിക്കും അല്ലെങ്കിൽ 50,000 രൂപയായിരിക്കും. അപ്പൊ ആ 50,000 രൂപയ്ക്കുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് എടുക്കാൻ നമ്മൾ ട്രൈ അല്ലേ വേണ്ടത്. പക്ഷെ ഇതൊരു റിയൽ ഇഷ്യൂ ആണ്. സ്കില്ലില്ലാത്ത ആളുകളാണ് ഇവിടെ 80% ജോലി ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പ്രോപ്പർ സർവീസ് കിട്ടാത്തത്. ഇപ്പം നമ്മുടെ AC ഒന്ന് കേടായി, നമ്മൾ വിളിച്ച 4 ദിവസം ചിലപ്പോൾ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും ഒരാളെ. കാരണം എന്താ? അവരുടെ സ്കില്ലുള്ള ആൾക്കാരില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഈ സാധനം ഫോളോ അപ്പ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരാനുള്ള സംവിധാനം ഇല്ല. വൈ? സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരില്ലാത്തതാണ്. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്രീസിയേഷൻ ഇൻ വർക്ക് പ്ലേസ്, എന്തുകൊണ്ടാകും ചില എംപ്ലോയേഴ്സ് അതിന് മടിക്കുന്നത്? അത് അവർക്ക് അതിനെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറയും. കാരണം വെറുതെ ആലോചിച്ചാൽ മതി. നിങ്ങൾക്കൊരു അപ്രീഷിയേഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമാണോ അല്ലയോ? എന്ത് അപ്രീഷിയേഷനും ആയിക്കോട്ടെ, നിങ്ങളെ കാണാൻ ഭംഗിയുണ്ടെന്നായിക്കോട്ടെ, നിങ്ങൾ നന്നായി സംസാരിക്കുന്നുണ്ടെന്നായിക്കോട്ടെ, നിങ്ങൾ ഇന്ന് ഭയങ്കര എനർജി ഫീൽ ചെയ്യുന്നു, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും എല്ലാവരും. അത്രേ ഉള്ളൂ. അത്രയും സിമ്പിളാണ്. ഒരാൾ പ്രൊഡക്റ്റീവ് ആവണമെങ്കിൽ അപ്രീഷിയേഷൻ മസ്റ്റ് ആണെന്നുള്ളതാണ്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷമൊക്കെ കേൾക്കാണ്. ഞാനൊരു കല്യാണത്തിന് പോയതാണ്. കല്യാണത്തിന് പോയിട്ട് ഞാനിങ്ങനെ നല്ല ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ സ്റ്റൈലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അകലെന്ന് ഒരു ചേച്ചി തന്നെ ഇങ്ങനെ ഹലോ രഞ്ജിത്തല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ കൂടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നു, ആൾക്കാർക്കൊക്കെ മനസ്സിലായി തുടങ്ങി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നിൽക്കുമ്പോൾ ഈ ചേച്ചീൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ മനസ്സിലായില്ലല്ലോ നിൽക്കുന്ന, ഞാൻ ഒരു അകന്ന റിലേറ്റീവാണ് നിൻ്റെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓ ശരി. അപ്പം ചേച്ചി എന്നിട്ട് എന്നോട് പറയാം, എന്താ പറ്റിയത്, ആകെ കറുത്തു പോയല്ലോ, മുടിയൊക്കെ വയറൊക്കെ എന്താ വയറിങ്ങനെ. എൻ്റെ 6 മാസത്തേക്കുള്ള മോട്ടിവേഷനെ പോയി. ബേസിക്കലി അവർ കുശലം അന്വേഷിച്ചതാണ്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ കുശലാന്വേഷണം ഈ രീതിയിലാണ്. എന്താ പറ്റിയേ, ക്ഷീണിച്ചു പോയല്ലോ. 2 തരം പറയും. ക്ഷീണിച്ചാലും അതിന് ഇത് പറയും, വണ്ണം വെച്ചാലും അതിന് വേറെ രീതിയിലും. എല്ലാം നെഗറ്റീവായിട്ടാണ് കുശലം അന്വേഷിക്കുന്നത്. അവർക്ക് പോലും അറിയാതെയാണ്. അവർ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നൊന്നുമല്ല, അവർ കുശലമായിട്ട് ചോദിക്കുന്നത് തന്നെയാണ്. പക്ഷെ നെഗറ്റീവാണ്. മറ്റൊരാളെ എങ്ങനെ ഇത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത് അവർ അറിയുന്നില്ല. അൾട്ടിമേറ്റ്ലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 6 മാസത്തെ മോട്ടിവേഷൻ അന്ന് പോയി. പിന്നെ അതിൻ്റെ ഇടയിലാണ് ഞാൻ തീരുമാനിച്ചത് ഓക്കെ ജിമ്മിൽ പോകണം. ചിലപ്പോൾ നമുക്ക് ഈ ചില സമയത്ത് പറയുമല്ലോ ഇൻസൾട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവും എന്നൊക്കെ പറയുന്ന പോലെ, ചിലപ്പോൾ അങ്ങനെ എടുത്താൽ നല്ലത്. പക്ഷെ മിക്ക ആൾക്കാർ അത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടല്ല എടുക്കുക, ഡെസ്പറേറ്റ് ആയിട്ട് ഡിപ്രഷനിലേക്ക് പോകും ആൾക്കാർ. സത്യം, ഇത് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ചും ഒരു വർക്ക് പ്ലേസിൽ ഇനിയിപ്പോൾ കുറച്ച് നമ്മളതിനെ സാൻഡ്വിച്ച് അപ്രോച്ച് എന്നാണ് പറയുന്നത്. ഒരാളോട് സംസാരിക്കേണ്ടതിന് സാൻഡ്വിച്ച് അപ്രോച്ച് ഉപയോഗിക്കണം. അപ്പോൾ ഒരു എംപ്ലോയി അവൻ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല, നമ്മൾ അവനെ വിളിക്കുകയാണ്, നേരെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അവൻ അടുത്ത മാസം അച്ചീവ് ചെയ്യാൻ പോകുന്നില്ല, ഉറപ്പാണ്. അപ്പോൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ അവനെ വിളിക്കണം. എന്നിട്ട് അവനോട് പറയണം, നീ സൂപ്പറാണ്, നീ സൂപ്പർ ആയതുകൊണ്ടാണ് നീ ഇവിടെ ഇരിക്കുന്നത്, നീ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അവനെ അടുത്ത ലെവലിലേക്ക് കയറ്റി വയ്ക്കണം. എന്നിട്ട് നമ്മൾ അവൻ്റെ കഴിഞ്ഞ മാസത്തെ ഫിഗർ എടുത്തിട്ട് കാണിച്ചു കൊടുക്കണം. മോനെ, നിന്റെ ടാർഗറ്റ് 25 ലക്ഷമായിരുന്നു, നീ ചെയ്തിരിക്കുന്ന വെറും 5 lakhs. എന്താ പറ്റിയത്, എവിടെയാണ് പ്രശ്നമുള്ളത്? ഇത് ചെയ്താൽ വർക്കൗട്ട് ആവില്ല കേട്ടോ. അപ്പം ഹാർഡ് ഫാക്ട്സ് അവിടെ പറയാം. അത് കഴിഞ്ഞ് വിടരുത്. പോകുന്നതിന് മുമ്പായിട്ട് അവനോട് പറയണം, നിനക്കേ ഇത് ചെയ്യാൻ പറ്റൂ, അതുകൊണ്ടാണ് നിന്നെ ഈ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചിരിക്കുന്നത്. ഐ ആം കോൺഫിഡൻറ്റ് അബൌട്ട് യു, നിനക്ക് പറ്റും. ഇതാണ് സാൻഡ്വിച്ച്. ഈ എലിവിഷമൊക്കെ വെക്കുമ്പോൾ ഈ പഴത്തിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുമല്ലോ.
എന്ന് പറയുന്ന പോലെ ഇതിന് പറ്റിയൊരു എക്സാമ്പിൾ ആണോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും കൈൻഡ് ഓഫ് സാൻഡ്വിച്ച് പോലെയാണത്. ലൈക്ക് അപ്പുറത്തിപ്പുറത്തൊരു ബണ്ണുണ്ടാവും, ഇടയിലായിരിക്കും നമ്മൾ ആ പാറ്റി വെക്കുന്നത്. രഞ്ജിത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓരോ സെന്റൻസ് ബൈ സെന്റൻസ് എടുത്തു കഴിഞ്ഞാലും എല്ലാം വളരെ ഫാക്റ്റാണ്, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആൻഡ് എല്ലാം ട്രൂത്താണ് പറഞ്ഞിരിക്കുന്നത് എല്ലാം. സോ നമുക്കത് അഡ്മിറ്റ് ചെയ്തേ പറ്റൂ, ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പറയണതെല്ലാം നമുക്ക് റിലേറ്റബിൾ ആണ്, വളരെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ഈസി ആയിട്ടാണ് രഞ്ജിത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത്.